ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം കാണിച്ചു തരാം. ഈ വീഡിയോയിലേക്ക് ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു നീലപ്പൊന്മാനെ കാണാം. നമ്മുടെ കിണറിനകത്ത് കൂട് കൂട്ടാനുള്ള പ്ലാനാണ് കേട്ടോ. ഞാനും അമ്മച്ചിയും കൂടെ ഹോളിൽ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചിയാണ് ജനലിനിടയിൽ കൂടെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞേ, കിണറിൻ്റെ മുകളിൽ ഒരു നീലപ്പൊന്മാൻ വന്നിരിപ്പുണ്ട്, സച്ചു ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ചിലപ്പോൾ കിണറിനകത്തും ഒരെണ്ണം കാണുമെന്ന്. അങ്ങനെ ഞാൻ അവരെ ശല്യം ചെയ്യാതെ ഹോളിൽ തന്നെ ഞാൻ പതുക്കെ ജനൽ തുറന്നിട്ട് ഒച്ചയുണ്ടാക്കാതെ ശ്രദ്ധിച്ച് അവിടെ നിന്ന് ഫോൺ എടുത്ത് വീഡിയോ എടുത്തു. നോക്കിയപ്പം ഒരാൾ കിണറിൻ്റെ മണ്ടയിലും ഒരാൾ കിണറിൻ്റെ അകത്തുമുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ കിണറ്റിലേക്ക് ഇട്ടിരിക്കുന്ന ആ തൊട്ടിയുടെ കയറുണ്ടല്ലോ, ആ കയർ ഇടയ്ക്കിടെ അനങ്ങുന്ന കാണാം. എനിക്ക് തോന്നുന്നു ആ തൊട്ടിയുടെ തുമ്പത്ത് ചെറിയൊരു കെട്ടുണ്ട്. ചിലപ്പോൾ ആ കെട്ടയിലായിരിക്കാം ഇത് പറന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഇവരെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ വെളിയിലിട്ട് ഇറങ്ങിയില്ല. ഞങ്ങൾ ആ ജനലിൽ കൂടെ തന്നെയാണ് നോക്കിയത്. കണ്ടില്ലേ, അമ്മച്ചി പറഞ്ഞു ഹസ്ബൻഡാണ് അകത്ത് പോയി കൂടെ ഉണ്ടാക്കുന്നത്, ഭാര്യയായിരിക്കും ഈ വെളിയിലിരിക്കുന്നത്. പക്ഷെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവരുടെ യോജിപ്പ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരാൾ ആ കിണറ്റിനകത്ത് ഇറങ്ങി വീടുണ്ടാക്കുക കേട്ടോ, അപ്പോൾ ഒരാളിവിടെ കാവലിരിക്കുക. അവനവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ ഞങ്ങളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇത്രയും ദൂരെയാണ് കണ്ടോ, സൂം ചെയ്ത് നോക്കുന്നതാണേ, ഇത്രയും ദൂരെയാണ്, എന്നാലും ഇടയ്ക്കിടെ ഇങ്ങനെ ഏറുകണ്ണിട്ട് കണ്ടോ പെരയ്ക്കകത്തായിട്ട് നോക്കുന്നത് കണ്ടോ. എനിക്ക് തോന്നുന്നു അതിന് നല്ല ഹിയറിങ് കപ്പാസിറ്റി ഉള്ളൊരു ജീവിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ വർത്തമാനം പറയുന്നതനുസരിച്ച് ഇത് ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, ഞങ്ങൾ ഇറങ്ങി ചെല്ലുന്നുണ്ടോന്നേ. എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു. കക്ഷി അവിടെ തന്നെ കുറേ നേരം കാവലിരുന്നു. ഭാര്യയാണോ ഭർത്താവാണോ അകത്ത് പോയി നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടെ തൊട്ടിയുടെ കയർ അനങ്ങുന്നതും കാണാം. അങ്ങനെ ഇരുന്നപ്പോൾ ഇത് പെട്ടെന്ന് പറന്നു പോകുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഫോണൊക്കെ മാറ്റി നോക്കിയപ്പോഴല്ലേ നമ്മുടെ വീട്ടിൽ സ്ഥിരമായി വരാറുള്ള കരിയിലപ്പടയെന്ന് പറയും, ഞങ്ങളൊക്കെ ഈ ഭാഗത്ത് കരിയിലപ്പടയെന്നാണ് ആ പക്ഷിക്ക് പറയുന്നത്. അത് പിന്നെ ഓലേഞ്ഞാലി, ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ വട്ടമിട്ട് ഓടി വന്നേക്കുക. പോരാത്തതിന് നമ്മുടെ നന്ദുകുട്ടൻ്റെ ഫേവററ്റ് ഫ്രണ്ട് അപ്പു ആരാന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതേ ഈ കാണുന്ന അണ്ണാൻകുഞ്ഞ്, ആ അണ്ണാൻകുഞ്ഞും ഈ കരിയിലപ്പടയും ഓലഞ്ഞാലിയും എല്ലാവരും കൂടെ വന്ന് ബഹളം വെച്ച് ചെലച്ച് ആകെ ചളവാക്കി. ആ പൊന്മാൻ അവിടുന്ന് പറന്നുപോയി. പക്ഷെ പറന്നു പോയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചു, അവർ വീണ്ടും വന്നായിരുന്നു, അവിടെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഉടനെ തന്നെ നമ്മുടെ കിണറിനകത്ത് ഒരു കുഞ്ഞിക്കാല് കാണാൻ സാധിക്കുമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹത്തോടെ ഇരിക്കുന്നു. അങ്ങനെ ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. ബൈ ബൈ.